Okay, now you can mark your attendance. Nihara, please turn on your video. Eric, then Nihara. One second. Miss, ഞാനേ സെമ്മ് 1 ആണ്. Okay, we have already completed which lesson? Do you remember? ഓർമ്മയുണ്ടോ? ഏത് ലെസണാ എടുത്തേ? നിഹാര അല്ലേ? We completed third lesson, air, water and weather, isn't it? നിഹാര വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയായിരുന്നോ? Okay, I think I can send note tomorrow. Okay, നാളെ ഇതിന് നോട്ട് തരാൻ പറ്റുമോ നോക്കട്ടെ. നാളെ അടുത്ത ദിവസങ്ങളിൽ തരാം കേട്ടോ. സോ നമുക്ക് എക്സാമിനും ഈ ചാപ്റ്റർ വരെ എടുക്കാം അല്ലേ? 1, 2, 3 വരെ എടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ നെക്സ്റ്റ് റിവിഷൻ നടത്തിയിട്ട് ക്ലാസ് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. ഓക്കെ, സോ യു വിൽ ഹാവ് ക്ലാസ് എക്സാം ഫ്രൈഡേ 7:30 PM. ഓക്കെ, ആർ യു റെഡി? 3 ചാപ്റ്റേഴ്സും പഠിക്കണം, നോട്ടും എഴുതണം. ഓൾറെഡി വി ഹാവ് കംപ്ലീറ്റഡ് നോട്ട്സ് ലെസൺ 2, isn't it? 2 വരെ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, then 3. Okay, let us start revision. First one is safety first. Okay, clear? Then newspapers carry news of accidents almost every day. Accidents cause harm to life and property. They cause pain and suffering. Accidents can be avoided if we follow safety rules at home, at school, on the playground and on the road. Injuries at home are mostly caused by slipping on the floor, burns, electric shocks and chemical poisoning. Make sure home a safe place. Being aware and alert will go a long way in keeping you safe. അതായത് നമ്മൾ എങ്ങനെയാണ് സേഫായിട്ട് ഇരിക്കണമെന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആക്സിഡൻറ്റ്സ് എവിടെ വേണേലും സംഭവിക്കാം അല്ലേ? വീട്ടിലാണെങ്കിൽ പോലും സ്കൂളിലാണെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ നമ്മളുടെ കെയറാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഒരു നിമിഷത്തെ കെയർലെസ്നെസ് മതി നമ്മളുടെ ലൈഫോ അല്ലെങ്കിൽ ദിവസങ്ങളോ മാസങ്ങളോളം വേദന സഹിക്കേണ്ട പ്രശ്നത്തിലേക്ക് നമ്മളെ നയിക്കാൻ. സോ എപ്പോഴും നമ്മൾ വളരെയധികം കെയർ ഉണ്ടായിരിക്കണം. ഓക്കെ, സേഫ്റ്റി അറ്റ് ഹോം. സ്ലിപ്പിംഗ് ഓൺ ദ ഫ്ലോർ. എ പേഴ്സൺ ക്യാൻ സ്ലിപ്പ് ആൻഡ് ഫോൾ ഓൺ എ വെറ്റ് ഫ്ലോർ, trip over scattered toys or stumble down the stairs. To avoid such accidents, what are the precautions we can take to avoid such accidents? First one is keep the floors at the home clean and dry. Take care that the bathrooms and the kitchen floors are not slippery. അല്ലേ? നമ്മൾ കേൾക്കുന്നല്ലേ അടുക്കളയിൽ അല്ലെ ബാത്റൂമിൽ തെന്നി വീണിട്ട് പരിക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ? ഓൾമോസ്റ്റ് ആൾക്കാർക്ക് പുറത്ത് എസ്പെഷ്യലി പ്രായമായവരുടെ ബാത്റൂമിൽ തെന്നി വീണിട്ടാണ് പരിക്ക് വരുന്നത്. കാരണം നമ്മുടെയൊക്കെ അറിയാം, വീട്ടിലെ ടൈൽസ്, ബാത്റൂമിലിടുന്ന ടൈൽസ് ഗ്രിപ്പ് ഉള്ളതാണ്, തെന്നുന്നതല്ല. എങ്കിൽ കൂടിയും സോപ്പിൻ്റെ അംശമോ എണ്ണയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്ര ഗ്രിപ്പ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെന്നാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? സോ അതുപോലെ തന്നെയാണ് കിച്ചണിലൊക്കെ നമ്മൾ സെറാമിക് ടൈൽസാണ് ഇടുന്നത്. സാധാരണ നോർമൽ തെന്നൽ കുറവാണ്. പക്ഷെ എങ്കിൽ കൂടിയും വെള്ളമുണ്ടെങ്കിൽ തീർച്ചയായും തെന്നി വീഴും.
സോ നമ്മൾ എപ്പോഴും ഇപ്പോൾ തറയിൽ വെള്ളം എന്തോ കണ്ടാൽ നമ്മളത് മറ്റുള്ളവർ വന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്നോർത്ത് നിൽക്കാൻ പാടില്ല. നമ്മൾ കാണും ഓൺ ദ സ്പോട്ട്, സ്കൂളിലായാലും വീട്ടിലായാലും നമ്മളത് തുടച്ച് വൃത്തിയാക്കണം. ദാറ്റ്സ് അവർ ഡ്യൂട്ടി. ഓക്കെ, അല്ലാതെ അത് പിന്നെ ടീച്ചർ ചെയ്യട്ടെ, അല്ലെ ഹെൽപ്പർ ചെയ്യട്ടെ, അമ്മ ചെയ്യട്ടെ, അനിയൻ ചെയ്യട്ടെ, ചേച്ചി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. നമ്മുടെ അത് മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവണം. ഓക്കെ, ഞാൻ ആങ്കൊച്ച് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, അങ്ങനെയൊന്നും വേണ്ട. അല്ലേ ഏറിക്കൊന്നും അങ്ങനെ അല്ലല്ലോ, അല്ലേ ഏറിക്കേ? ഓക്കെ, ഡു നോട്ട് ലീവ് യുവർ ടോയ്സ് ആൻഡ് അതർ തിങ്സ് ലേയിങ് ഓൺ ദ ഫ്ലോർ. നമുക്കുണ്ടല്ലേ ഏത് അടുക്കി വെച്ചിട്ട് സാധനവും വലിച്ചിടാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും, പക്ഷെ തിരിച്ചു വെക്കുന്ന കാര്യത്തിൽ മടിയാണ്. അല്ലേ? നമ്മൾ പോയിട്ട് ടാപ്പ് തുറക്കും, ടാപ്പ് തുറന്ന് വെള്ളമില്ലെങ്കിൽ എന്ത് പറ്റും? ആ തുറന്ന ടാപ്പ് തിരിച്ചു വെക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ ഇട്ട് അമ്മേ വെള്ളമില്ല അല്ലേ എന്ന് പറഞ്ഞിങ്ങ് പോരും. പിന്നെ കറണ്ട് വന്ന് നമ്മൾ മോട്ടറൊക്കെ അടിക്കുമ്പോഴത്തേന് ആ ടാപ്പിൽ കൂടെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് സംഭവിക്കുന്ന കാര്യമല്ലേ? ഓൺ ദ സ്പോട്ട് നമ്മൾ കണ്ടു വെള്ളമില്ല എന്ന് കണ്ടു, വെള്ളമില്ലെങ്കിൽ അത് തിരിച്ചു വെക്കുക എന്ന ഡ്യൂട്ടി. അത് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് പ്ലേസിൽ പോയാലും നമുക്ക് ആ ഹാബിറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, വെള്ളം ടാപ്പ് തുറന്നു, വെള്ളമില്ലെന്ന് കണ്ടു, ഓക്കെ, അത് തിരിച്ച് ഓഫ് ചെയ്യേണ്ട കടമ അത് വീട്ടിൽ തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മൾ സ്കൂളിലോ വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഓക്കെ നമുക്ക് എന്ത് പറ്റും? നമ്മൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റില്ല, നമുക്ക് അങ്ങനെ വേസ്റ്റ് വരില്ല. നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്ന ശീലമാണ് അങ്ങനെ നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുക. ഓക്കെ, ബേൺസ്. Accidents due to a fire in the kitchen can cause serious injury or even death. To avoid such accidents, one must not wear synthetic clothes in the kitchen. Such clothes catch fire easily. ഉണ്ടോ? കിച്ചണിന് സിന്തറ്റിക് ക്ലോത്ത്, അതൊക്കെ സിന്തറ്റിക് മീൻസ് പോളിസ്റ്റർ ടൈപ്പുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ചൂട് കൂടുമ്പോൾ അത് ഉരുകും. ഉരുകി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ പ്ലാസ്റ്റിക് കത്തിച്ച് നോക്കിയാൽ അറിയാം അല്ലേ? പ്ലാസ്റ്റിക് ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴും അല്ലേ? അതിൽ തീ കെടുത്താനും പറ്റുകയില്ല. അത് നമ്മുടെ കയ്യിലോട്ടെങ്ങാനും വീണാൽ ആ വീണ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞു പോകും ഇല്ലേ? ഇങ്ങനെ കുഴിഞ്ഞു വീഴുന്നു. നമുക്കത് ബേൺ ചെയ്ത് ഉടനെ ഇറച്ചി അങ്ങനെ വെന്തു പോകും. ആ സമയത്ത് കോട്ടൺ ആണെങ്കിൽ അത്രയ്ക്ക് നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, ഈ സിന്തറ്റിക് ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, സോ കിച്ചണിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഒഴിവാക്കി കോട്ടൺ ക്ലോത്തുകൾ ധരിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, വെൻ നോട്ട് ഇൻ യൂസ് ഗ്യാസ് സ്റ്റൗസ് മസ്റ്റ് ബി ടേൺഡ് ഓഫ്. ദേ മസ്റ്റ് ബി ചെക്ക് റെഗുലർലി ടു അവോയ്ഡ് ലീക്കേജ്. അല്ലേ? നമ്മൾ സാധാരണ എന്തിനാ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അങ്ങ് പോകും, അതിൻ്റെ നോബ് അങ്ങ് ടേൺ ചെയ്തിട്ട് പോകും. പക്ഷെ അതിൻ്റെ റെഗുലേറ്റർ ഇല്ലേ, താഴത്തെ റെഗുലേറ്റർ ഉണ്ടാവുമല്ലോ, ആ റെഗുലേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമ്മൾ എപ്പോഴും മറന്നു. എന്താ പറ്റുന്നത് അറിയണോ? നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബ് തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ റെഗുലേറ്ററിനകത്ത് ലീക്ക് ഉണ്ടെങ്കിൽ ഗ്യാസ് വന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ വരെ വന്ന് നിൽക്കും. ആ പൈപ്പിന് എവിടെയെങ്കിലും ചെറിയ എലി കടിച്ചിട്ടോ, അങ്ങനെ കടിക്കാൻ പറ്റില്ല, എനിക്ക് സ്ട്രോങ് ആയിട്ട് കവറിങ് ഉണ്ട് എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ചെറിയൊരു ലീക്ക് വന്നാൽ ഇതിൽ നിന്ന് ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പിന്നെ അതിന് ഇതുണ്ടായ ഒരു മണം ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്ത് പോയി വന്നിട്ട് ഡോറും വിൻഡോസും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ, വന്നിട്ട് നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ സ്പാർക്ക് മതി വീട് മൊത്തം കത്താൻ. പക്ഷെ ഇപ്പൊ അതിനൊരു സ്മെല്ല് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വീട്ടിൽ കയറുമ്പോൾ ഗ്യാസ് മണക്കുന്നത് മനസ്സിലാവും. പക്ഷെ നമ്മളിവിടെ തിരക്കിലോ ബഹളത്തിലൊക്കെയാണ് ചിലപ്പോൾ ശ്രദ്ധിക്കാണ്ടായി പോവും. നമ്മൾ പോയി സ്വിച്ച് ഇട്ടാൽ മതി. ഓക്കെ, മൊത്തം കൺജസ്റ്റഡ് ആയി നിൽക്കുകയാണെങ്കിൽ ഡോർസും വിൻഡോസും ഒക്കെ ഓപ്പൺ ആണെങ്കിൽ അത്ര പ്രശ്നം വരുന്നില്ല. എങ്കിലും നമ്മൾ ഇതൊന്നും ആവാൻ വേണ്ടി നമ്മൾ നിൽക്കണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യണം അല്ലേ? റെഗുലേറ്റർ ഓഫ് ചെയ്യണം. ഓക്കെ, സോ accidents due to fire in the kitchen ആണ്. One must not wear synthetic clothes in the kitchen. Such clothes can fire easily. When not in use, gas stoves must be turned off. They must be checked regularly to avoid leakage. Next, electric shocks. Electrical appliances make your work easily. They should be handled carefully. Electric appliance നമ്മുടെ വർക്ക് വളരെ ഈസി ആക്കും അല്ലേ? പണ്ടത്തെ പോലെ കല്ലിൽ വെച്ച് അരയ്ക്കണോ, മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, എളുപ്പമായില്ലേ? അതുപോലെ മോട്ടർ, നമുക്ക് വെള്ളം കിണറ്റിൽ നിന്ന് വലിച്ചു കോരണോ, വേണ്ട അല്ലേ? മോട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് സ്വിച്ച് ഇട്ടാൽ മതി, വെള്ളം എത്തി ടാപ്പ് വഴി നമുക്ക് എത്തും. അതുപോലെ ഫാന്, എന്തും നമുക്ക് ഇക്കാലത്ത് കറണ്ട് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? കറണ്ട് ഇല്ലാത്ത ലൈഫിനൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും?
കറിയുടെ എണ്ണമൊക്കെ കുറയും. എന്നാ കാര്യം? അമ്മ പറയും കറണ്ട് ഇല്ല, മിക്സി ഇല്ല, ഗ്രൈൻഡർ ഇല്ല, വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇന്ന് ദോശയില്ല എന്നൊക്കെ പറയും അല്ലേ? പണ്ട് കാലത്താണ് വലിയ ആട്ടുകല്ലുണ്ടായിരുന്നു, വലിയ കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ ഇങ്ങനെ ആട്ടിയൊക്കെയാണ് ഇങ്ങനെ അരച്ചെടുത്തിട്ടാണ് ഇതാക്കി. അതിന് കറണ്ടൊന്നും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കൊന്നും അതിനും സമയവും ഇല്ല, മെനക്കാൻ ആർക്കും പറ്റില്ല അല്ലേ? നമ്മൾ ഗ്രൈൻഡറിൽ അരി ഇട്ടിട്ട് ഒരു സ്വിച്ച് ഇട്ടിട്ട് പോകും അല്ലേ? മിക്സി ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ഇലക്ട്രിക്കൽ അപ്ലയൻസ് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെങ്കിൽ കൂടിയും സെയിം ടൈം അത് ഡേഞ്ചറസുമാണ്. അത് ഡേഞ്ചറസുമാണ്. ക്ലിയർ? ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ല എങ്കിൽ അത് വളരെയധികം ഉപദ്രവം നമുക്ക് വരുത്തും. സോ എന്തൊക്കെയാണ് മെഷേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് നമ്മൾ 3-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിയിട്ട് ഒഴിവാക്കി പോകേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ലൈഫ് ഫുൾ ടൈമിൽ നമ്മുടെ ബോധത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. കേട്ടല്ലോ? എന്ത് ചെയ്യാണ്? ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വിത്ത് വെറ്റ് ഹാൻഡ്സ്, യു മേ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും പ്ലഗിൽ പോയിട്ട് തൊടാൻ പാടില്ല, ഇലക്ട്രിക്കൽ ഷോക്ക് വരും. ഓക്കെ. Then do not go too close to the table fans or heaters if they are on. അതുപോലെ തന്നെ ഫാനും ഹീറ്ററും ഒക്കെ ഓൺ ആണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഈ ഫാനിൻ്റെ ഒക്കെ എസ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ പറത്തിയിട്ടിട്ട് പോലെ കെട്ടാതിരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ചുറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് അത് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. അത് ഓഫ് ചെയ്താൽ തന്നെ അത് കറങ്ങിയിട്ട് സ്റ്റോപ്പ് ആകണ കുറച്ച് സമയം എടുക്കുകയല്ലേ? ആ സമയത്തേക്ക് നമ്മുടെ മുടിയൊക്കെ ചിലപ്പോൾ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും. ഡ്രസ്സ് ആയാലും അതെ. അതിനൊക്കെ അവർ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം, കവറിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധാലുവായിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ. കുട്ടികളെ അല്ല ഇതൊന്നും. ബി സീരിയസ് അബൌട്ട് ദാറ്റ്. ഓക്കെ. Sunny, if someone get an electric shock, see or a spark, the main switch of MCB ഓഫ് ചെയ്യണം. ഓക്കെ. MCB ഉണ്ടല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. അയാളെ പിടിച്ച് നമ്മൾ രക്ഷിക്കാനല്ല നോക്കണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താണ്? ഇലക്ട്രിക് ഷോക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇലക്ട്രിക്കിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ. അന്നപ്പോൾ തന്നെ അത് കറണ്ട് വന്ന് നിന്നോളുമല്ലോ. പിന്നെ ആ മെഷീൻ ഓഫ് ആകുന്ന ചെറിയ സമയത്തിനെങ്കിലും ഗ്യാപ്പല്ലേ കിട്ടുന്നത്. ഓക്കെ. സോ ആദ്യം തന്നെ നമ്മൾ അയാളെ ചാടിക്കയറി പിടിക്കാനല്ല പോകേണ്ടത്. അത് കൂടുതൽ അപകടം വരും. കാരണം ഈ കറണ്ട് ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫാനാണെങ്കിൽ ഫാനിൻ്റെ സ്വിച്ചെങ്കിലും ഓഫ് ചെയ്യണം. അങ്ങനെ അത് കറങ്ങുന്നത് കുറച്ച് വേഗത്തിൽ നിന്ന് കിട്ടും അല്ലേ? അങ്ങനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഓക്കെ. പോയിസണിങ്, ആക്സിഡൻ്റൽ കൺസംഷൻ ഓഫ് കെമിക്കൽസ് ആൻഡ് മെഡിക്കൽസ് ക്യാൻ കോസ് പോയിസണിങ്. ഉണ്ടോ? ഇനി ഈ മരുന്നുകളൊക്കെ നമ്മൾ എത്ര എന്താ പറയുക, കെയർലെസ്നെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നേ. മരുന്ന് അത് വാങ്ങി എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചു അല്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. മരുന്ന് നമ്മൾ കഴിക്കുന്നത് നമുക്ക് റിലീഫ് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ? അസുഖങ്ങളിൽ നിന്നും ഫ്രീ ആകാൻ വേണ്ടി നമ്മൾ മെഡിസിൻസ് കഴിക്കുന്നത്. പക്ഷെ റിമെമ്പർ വൺ തിങ്, ഇത് അളവ് കൂടിപ്പോയാൽ, ഡോസ് കൂടിപ്പോയാൽ എന്ത് പറ്റും? ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഓക്കെ. ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും ഡോക്ടർ തന്ന പ്രിസ്ക്രിപ്ഷനിലുള്ള അളവിനേക്കാൾ കൂടുതൽ ഒരിക്കലും ഒരു മരുന്ന് അത് പെട്ടെന്ന് അങ്ങ് മാറിക്കോട്ടെ എന്ന് ഉപയോഗിച്ചത് കഴിക്കാൻ പാടില്ല. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. മിസ് പറയുന്ന ഈ കാര്യങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടിയല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടല്ലോ? നെക്സ്റ്റ്, പ്രോപ്പർലി ലേബിൾഡ് ആൻഡ് കെയർഫുൾ. അത് ഓരോ മരുന്നും ചെയ്യേണ്ടത് ഒരാൾക്കും എത്താൻ പറ്റാത്ത ഇത് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയ ഒരു പേഴ്സൺ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കുട്ടികൾക്കൊന്നും എത്താത്ത രീതിയിൽ സേഫായ സ്ഥലത്ത് വെക്കണം. പിന്നെ ഓരോന്നിനും ഓരോ മരുന്ന് എന്താണ് ഉണ്ടല്ലോ, അത് അതിനുവേണ്ടി മാത്രം കഴിക്കാം. നമ്മുടെയൊക്കെ ഒരു രീതിയുണ്ട്. ഒരു പ്രാവശ്യം പോയി ഒരു അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് മരുന്ന് വാങ്ങിയിട്ട് പിന്നെ അടുത്ത ദിവസം കുറച്ച് നാൾ കഴിയുമ്പോൾ സെയിം അസുഖം നമുക്കോ മറ്റുള്ളവർക്കോ വരുവാണെങ്കിൽ നമ്മൾ അവരോട് ഉപദേശിക്കും അല്ലേ? എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ അന്ന് ആ മരുന്നാണ് കഴിച്ചത്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ഫീസൊന്നും കൊടുത്താൽ നിങ്ങൾ പോയി ആ മരുന്ന് വാങ്ങി കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞത് ശരിയാണോ? നോ, നെവർ. വൈ? നമ്മുടെ ബോഡി പോലെ ആയിരിക്കില്ല അവരുടെ ബോഡി. ഓക്കെ. നമ്മൾക്ക് വന്ന സിംറ്റംസ് ഉപയോഗിച്ച് നമ്മൾക്ക് വന്ന രോഗമായിരിക്കണമെന്നില്ല അവർക്ക് വരുന്നത്. അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സിംറ്റംസ് വേറെ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഗസ് വർക്കൊന്നും ചെയ്യാൻ പോകണ്ട. കാരണം അതിനെക്കുറിച്ച്, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നന്നായി പഠിച്ചവർക്ക് മാത്രം, സ്പെഷ്യലിസ്റ്റിന് മാത്രമേ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വെറുതെ ഊഹാപോഹം കൊണ്ട് അന്ന് എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ഈ മരുന്നാണ് കഴിച്ചു, അതുകൊണ്ട് നിങ്ങളിത് കഴിച്ചോ, എന്തെങ്കിലും ലക്ഷണം പറയുമ്പോൾ അന്ന് ഈ രോഗമായിരിക്കും അത്, എനിക്കന്ന് അങ്ങനെ വന്നേ,
എന്നിട്ട് അറിവില്ലാത്തവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയണ്ട കേട്ടോ. മെഡിസിൻ നമ്മുടെ ആരും ഡോക്ടറേറ്റ് പഠിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് നമുക്കറിയണം. പിന്നെ മറ്റുള്ളവരുടെ ശരീരത്തെക്കുറിച്ചാണ് നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ അഭിപ്രായമൊന്നും പറയാൻ പോകണ്ട. അസുഖങ്ങൾ വന്നാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയാണ്. ഇക്കാലത്ത് പണ്ടൊക്കെ പനി വന്നാൽ പറയും അല്ലേ, എന്താണ് തുളസി നീരും ഇഞ്ചി അങ്ങനെയൊക്കെ ഇടിച്ചു കൊടുത്താൽ മരുന്ന് കഴിച്ചാൽ ജലദോഷം അങ്ങ് പോകുമെന്ന് പറയും. ഓക്കെ, പക്ഷെ ഇന്നിപ്പം ജലദോഷം വന്നാൽ ചിലപ്പോൾ അത് കൊറോണ ആയിരിക്കും. നമുക്ക് പിടിച്ചു നോക്കാൻ പറ്റുമോ? ഇല്ല. പണ്ട് പൂച്ചയും പട്ടിയൊന്നും കഴിച്ചാൽ ഇഞ്ചക്ഷൻ കൊടുക്കാല്ല, പിന്നെ അതങ്ങ് സോപ്പിട്ട് അതങ്ങ് കഴിഞ്ഞു. പക്ഷെ ഇപ്പം പറയും ഒരു ചെറിയ വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിൽ പോലും ഇഞ്ചക്ഷൻ എടുത്തേ പറ്റൂ. കാരണം റാബീസ് വൈറസിനെതിരെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ അപ്പോൾ നമ്മൾക്ക് അറിവ് കിട്ടുമ്പോൾ ആ അറിവിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സേഫ്റ്റി അറ്റ് സ്കൂൾ. ഇൻ സ്കൂൾസ് ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ വെൻ ചിൽഡ്രൻ റഷ് ടു പുഷ് അറ്റ് ഈച്ച് അതർ. ഇനി സ്കൂളിലെ കാര്യമാണ് നോക്കുന്നത്. എന്താണ്, കുട്ടികൾ പരസ്പരം അല്ലേ, ആൺപിള്ളേർക്ക് പ്രത്യേകമുള്ള രോഗം ഇതല്ലേ. ആരെങ്കിലും പോയി നിൽക്കുമ്പോൾ പിടിച്ചൊരു തള്ളു വെച്ചു, ഒരു രസം അല്ലേ. ആ രസത്തിൽ പോയി വീണാലോ, പോയി നെറ്റി പോയി ഭിത്തിയിലടിക്കില്ലേ, അല്ലെ മുട്ടും കുത്തി വീഴലേ, അല്ലെ മൂക്കും കുത്തി വീഴൂലേ. ഒന്ന് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കാരണം മറ്റുള്ളവർ സങ്കടപ്പെടേണ്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് നല്ലതാണോ? ഇനി നമ്മളെയാണ് അവരങ്ങനെ ചെയ്യുന്നതെങ്കിലോ നമ്മൾക്ക് എന്ത് വേദന ഉണ്ടാവും അല്ലേ? നമ്മൾക്ക് എന്ത് വേദന ഉണ്ടാവും? നമ്മൾ ഈ അനുഭവിക്കുന്ന വേദന ഒരു കാര്യവും കൂടാതെ മറ്റുള്ളവർ ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അവരുള്ള എന്തായിരിക്കും? ഇതുപോലെ തന്നെയല്ലേ നമ്മൾ വേറൊരാളെ ചെയ്യുമ്പോഴല്ല വാക്കുകൊണ്ട് പറയുമ്പോഴും ഉണ്ടാകുന്നത്. സോ നമ്മൾ നമ്മുടെ ആക്ഷൻസ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, then do not climb on desk and chairs or throw things around. പിന്നുള്ളതാണ് അല്ലേ, നമ്മുടെ ആമ്പിള്ളേർക്കുള്ള രോഗമാണ്. ഇവിടെ ഡെസ്കും ബെഞ്ചും ഒക്കെ കണ്ടാൽ അത് ഇരിക്കാനല്ല ഉപയോഗിക്കുക, ചാടിക്കറി അതിൻ്റെ മുകളിൽ കയറി നോക്കുന്നു അല്ലേ. ഓൺ ദ സ്പോട്ട് ചാടിക്കറും അതിൻ്റെ മണ്ടയിൽ. നിലത്ത് നിൽക്കുന്ന പരിപാടിയില്ല. നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലേ, ജനൽ കണ്ടാൽ ജനലിൻ്റെ കമ്പിയെ കൂടെ പിടിച്ച് മുകളിൽ കയറുന്ന പരിപാടി. അത് പിന്നെ പോട്ടെ, അത് അവരുടെ പ്രായത്തിൻ്റെ ആന്ന് ഓർക്കാം. ഇത്രയും അറിവായ പിള്ളേർ ജനലിൻ്റെ മേളിൽ കയറുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനത്തെ പിള്ളേർ നമ്മുടെ ഡെസ്കിന്റെ ടേബിളിന്റെ ഒക്കെ മുകളിൽ കയറിയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡെസ്കും ബെഞ്ചും ഒക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളതാണല്ലേ അല്ലേ. അതിനെ ചാടിക്കേറി മുകളിൽ കയറി മറിഞ്ഞു കെട്ടി കാലെ വീണ കാലം മുറിയാനുള്ളതാണോ? ചിലപ്പം കാല് മുറിഞ്ഞാൽ ഭാഗ്യം, ബാക്കി തലയും മേലൊക്കെ മുറിയാൻ എന്ത് ചെയ്യും? സോ ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. സേഫ്റ്റി ഓൺ ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഇൻ ദ സ്വിമ്മിംഗ് പൂൾ. ഫോളോ ദ റൂൾസ് ഓഫ് ദ ഗെയിം വൈൽ പ്ലേയിങ്. വെയിറ്റ് ഫോർ യുവർ ടേൺ ആൻഡ് റൈറ്റ്സ്. പിന്നെ ഉള്ളത് ഇതൊരു സാമാന്യ മര്യാദ കൂടി എന്നുള്ളതാണല്ലേ. എവിടെയെങ്കിലും കളിക്കാൻ പോവുകയൊക്കെ ചെയ്താൽ ഈ ചില കുട്ടികൾക്കുണ്ടല്ലേ, ഞാൻ ആദ്യം ചെയ്യും, ഞാൻ ഫസ്റ്റ് ചെയ്യും അല്ലേ. ഇനി ചിലർക്ക് എന്താണ്, ഒരു സാധനം കൈ കിട്ടിയാൽ അപ്പോൾ അത് വിട്ടു കൊടുക്കുകയില്ല, അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും നോക്കത്തില്ല അല്ലേ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. കുറച്ച് തടിയും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സാമാന്യ മര്യാദ മറന്നുപോകും. എന്നെ പോലെ തന്നെ ഈ കളിപ്പാട്ടങ്ങളും ഈ ടോയ്സും ഒക്കെ ഉപയോഗിക്കാൻ റൈറ്റ് ഉള്ളവനാണ് ആ കുട്ടി എന്ന ബോധം വേണം. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കൂടാതെ മറ്റുള്ളവർക്ക് നമുക്കൊരവസരം കിട്ടിയ പോലെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യണം. അതാണ് സാമാന്യ മര്യാദ എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാതെ എല്ലാം എനിക്ക് ഫസ്റ്റ്, ഞാൻ കൂടുതൽ സമയം ഉപയോഗിക്കും, നീ വേണേ അങ്ങോട്ട് പോ എന്നുള്ള രീതി അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇല്ലാതെ പെരുമാറാൻ പാടില്ല. സ്കൂളിലായാലും വീട്ടിലായാലും സൊസൈറ്റിയിലായാലും എപ്പോഴും നമ്മൾ മര്യാദയുള്ളവരായിരിക്കണം. ഓക്കെ, ഏത് കാര്യത്തിലായാലും അതിൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ശേഷം മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കലും പബ്ലിക് പ്രോപ്പർട്ടി ഒന്നും നമ്മുടേതല്ല. ഓക്കെ, സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും സാമാന്യ മര്യാദ പാലിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഓക്കെ, യൂസ് എ സ്വിമ്മിംഗ് ട്യൂബ് ഫോർ സ്വിമ്മിംഗ് ഇഫ് യു ആർ നോട്ട് ആൻ എക്സ്പെർട്ട് സ്വിമ്മർ. ഓൾവേസ് സ്വിം ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അഡൾട്ട്. ഇനി നീന്താൻ പഠിക്കുന്ന കാര്യം പറയുന്നത് അല്ലേ. നമ്മൾ നീന്താൻ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒരു എക്സ്പേർട്ട് സ്വിമ്മറിൻ്റെ കീഴിൽ മാത്രമേ, അതായത് നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളുടെ പ്രസൻസിൽ മാത്രമേ നമ്മൾ നീന്താൻ പാടുള്ളൂ. ഓക്കെ, ഞാൻ വളരെ ചെറിയ തോതിലെങ്ങനെ നീന്താൻ പറ്റുമായിരിക്കും, ഞാൻ വലിയ നീന്തൽ വിദഗ്ധനാണെന്ന് പറഞ്ഞ് പോയി വെള്ളത്തിൽ ചാടിയാൽ എന്ത് പറ്റും
അല്ലേ? ഇതല്ലേ നമ്മൾ ഇപ്പം നിങ്ങൾ ചെറിയ കുട്ടികളാണ്ട് പേരൻസും ടീച്ചേഴ്സും ഒക്കെ അടുത്തുണ്ടാവും. കുറച്ച് മീശ വെച്ച ചേട്ടന്മാരും സാരി ഉടുക്കുന്ന ചുരിദാറിടുന്ന ചേച്ചിമാരൊക്കെ ആയി കഴിയുമ്പം ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുമ്പം നിങ്ങൾ ഡെയിലി നോക്കിക്കേ, പത്രം എടുത്ത് നോക്കിയേ, എന്ത് വാർത്തയാണ് കേൾക്കുന്നത്? എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചേട്ടന്മാർ പുഴയിൽ കുളിക്കാൻ പോയി 3-4 പേരും ഒഴുകിപ്പെട്ട് മരിച്ചുപോയി, അല്ലേ? അങ്ങനെ അതല്ലല്ലേ കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടങ്ങനെ? എന്തുകൊണ്ടങ്ങനെ? അവരൊക്കെ ചെറിയ തോതിൽ സ്വിമ്മിങ് അറിയാമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിന് മുമ്പിൽ വലിയ ആളാവണ്ടേ എനിക്ക് സ്വിമ്മിങ് അറിയാമെന്ന്? എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ പോയിട്ട് വെള്ളത്തിൻ്റെ അവസ്ഥയെ, ഒഴുക്കിൻ്റെ ശക്തി ഒന്നും നോക്കൂല, വലിയ ഹീറോയിസം കാണിക്കാൻ വേണ്ടി പോയി ചാടും, വെള്ളം കൊണ്ടുപോകും. ഇത്രയും വർഷത്തെ അല്ലേ കഷ്ടപ്പാടും ആ ജീവിച്ചിരിക്കുന്ന പേരൻസിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ശ്രദ്ധക്കുറവാണ് നമ്മുടെ ജീവിതത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യമായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് മാത്രമല്ല, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് കെയർഫുൾ ആയിരിക്കണം. ഇനി സേഫ്റ്റി ഓൺ ദ റോഡ്. ഫോളോ ട്രാഫിക് റൂൾസ് ഫോർ യുവർ ഓൺ സേഫ്റ്റി ആൻഡ് സേഫ്റ്റി ഓഫ് അതേഴ്സ്. കണ്ടോ? ട്രാഫിക് റൂളുകൾ നമ്മൾ പാലിക്കണം. അല്ലാതെ അത് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ നടക്കും, പിന്നെ എനിക്ക് അതിൽ സൈഡ് ചേർന്ന് നടക്കാൻ പറ്റില്ല, അവിടെ കാട് മേത്ത് കൊള്ളും, ഞാനൊന്നും നടക്കൂല, ഞാൻ റോഡിൽ കൂടെ നടക്കുള്ളൂ എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാലോ? അതുപോലെ എല്ലാവരും അങ്ങ് തീരുമാനിച്ചാലോ? പ്രശ്നത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് മാത്രമേ ഓരോ കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഫുട്പാത്തിലൂടെ നടക്കാൻ പാടുള്ളൂ, സീബ്ര ക്രോസിങ്ങിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ, അതുപോലെ സബ് വേ ഉപയോഗിക്കണം, അതുപോലെ തള്ളലും തിക്കും ഒന്നും കൂടരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ അറിയാതെ തള്ളിപ്പോകുമ്പോൾ കുട്ടി പോയി റോഡിൽ വീഴും, വണ്ടി വന്ന് ഇടിക്കും. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും സാധനമൊക്കെ റോഡിൽ വീണ് പോവുകയാണെങ്കിൽ സാധനം പോയാൽ പോട്ടെ എന്ന് വെക്കുക, അല്ലാതെ വണ്ടി ചാടി കയറി അടക്കാൻ പോകരുത്. നമ്മൾ എടുക്കുന്ന സമയത്തായിരിക്കും വേറെ വണ്ടി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നത്, എസ്പെഷ്യലി വളവിൻ്റെ ഒക്കെ സമയത്ത്. ഒരു സാധനം പോയാൽ അത് അത്രയല്ലേ പോവുകയുള്ളൂ. ആ സമയത്ത് അത് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ബി വെരി കെയർഫുൾ. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ മെഡിക്കൽ ഹെൽപ്പ് given to an injured person before proper medical aid arrives. Okay? First aid is the medical help given to an injured person before proper medical aid arrives. ശരിയായ രീതിയിലുള്ള വൈദ്യസഹായം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന ശുശ്രൂഷയാണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് ജീവൻ തന്നെ രക്ഷിക്കും കേട്ടോ. കാരണം അധികം ആക്സിഡൻസിലും ലൈഫിന് ഡെത്ത് വരുന്നത് ബ്ലീഡിങ് കൊണ്ടാണ്, ബ്ലഡ് പോയിട്ടാണ്. അത് നമ്മൾ കൺട്രോൾ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റും. ഒന്നോർത്ത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് ഞാൻ മുറിവ് വെച്ച് കെട്ടി ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കറിയാം, ഇന്റേണൽ ഇഞ്ചുറി എന്താ സംഭവിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ല. സോ നമ്മൾ ജസ്റ്റ് ആ ബ്ലീഡിങ് പിന്നെ നിൽക്കാനുള്ള ചെയ്യുക, സേഫായിട്ട്. കൂടുതൽ അവൻ്റെ ശരീരം അനങ്ങാതെ, ശരീരം അനങ്ങി കഴിയുമ്പോൾ ഉള്ളിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് കൂടുതലായി മാറും അല്ലേ? അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ജീവൻ. പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ടല്ലേ, കൃത്യസമയത്ത് എത്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ലേറ്റ് ആവാൻ പാടില്ല. ഓക്കെ. Immediate first aid can save a person's life or prevent permanent injury. You must learn to give first aid. First aid കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാ പറയുന്നത്. While giving first aid, be calm and make the injured person comfortable. ഇതാണ് മെയിൻ പോയിന്റ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കിടന്ന് ബഹളം വെക്കുകയല്ല ചെയ്യുന്നത്. അയ്യോ എനിക്ക് ചോര കാണുമ്പോൾ തല കറങ്ങുന്നേ, എനിക്ക് പറ്റൂലേ എന്ന് പേടിച്ച് വെപ്രാളം വെക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പാമ്പിനെ കാണുമ്പോൾ നമ്മൾ പേടിച്ച് കയറാൻ തുടങ്ങും അല്ലേ? അത് കാണുമ്പം പേടിയില്ലാത്തവരുടെ കൂടെ കയറാൻ, അങ്ങനല്ലേ? എന്തെങ്കിലും ചെറിയ കാര്യം മതി, അയ്യോ എനിക്ക് എന്നെ കൊണ്ട് പറ്റുകയില്ലേ, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് പേടിയാണ്. ഒരു ഉറുമ്പിനെ കണ്ടാൽ ചിലർക്ക് പേടിയല്ലേ? ഇതൊന്നും നല്ല കാര്യമാണോ? അല്ല. ഏത് സന്ദർഭത്തിലായാലും ബി കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുക എന്നാണ്. നമ്മൾ ശാന്തരായി കഴിയുമ്പോൾ മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായി ശാന്തരായികളും ഈ പ്രശ്നം പറ്റിയ പരിക്ക് പറ്റിയ വ്യക്തി ശാന്തനാകും. അങ്ങനെ അയാൾ കാം ആൻഡ് ക്വയറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഈ ബ്ലഡ് ബ്ലീഡിങ്ങിൽ കുറേ, കാരണം ഹാർട്ട് ബീറ്റ് ഒക്കെ കണ്ട് ലോ ലെവലിൽ വന്നു കഴിയുമ്പോൾ തന്നെ പ്രശ്നം ശരിയാവും. അല്ലാതെ നമ്മൾ അയ്യോ എന്തേലും ചോരയായി പോകുന്നേ, ഇത് വലിയ മുറിവാണല്ലോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്, അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് നമ്മൾ കിടന്നിട്ട് ബഹളം വെക്കാൻ പോകുമ്പം എന്ത് സംഭവിക്കും? ഈ പാവം ഒന്നും കൂടെ പേടിക്കും, പ്രശ്നം പിന്നെയും ഗുരുതരമാകും. ആണല്ലോ? സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബി കാം ആൻഡ് ക്വയറ്റ്. പറ്റുന്നത് നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുക. കുഴപ്പമില്ലെന്ന്, എത്രയേ ഉള്ളൂ, നമുക്ക് ആശുപത്രിയിൽ പോവാം, ഇതിപ്പോൾ ഞാൻ ഇവിടെ അടുത്തല്ലേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ആശ്വസിക്കാൻ നോക്കുക. അല്ലാതെ ആ ബഹളത്തെ ഒന്നും കൂടെ ബഹളമാക്കി മാറ്റാനല്ല നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. എഡ്യൂക്കേറ്റഡ് ആയ സ്റ്റാൻഡേർഡായ കുട്ടികളും അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ബഹളം വെക്കുകയല്ല ചെയ്യേണ്ടത്. Then you must learn to give first aid. While giving first aid, be calm and make the injured person comfortable. Make him lay down
Common emergencies that need first aid are minor cuts, fainting, insect bites and burns. നമുക്ക് സാധാരണ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാത്തിനും ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ മൈനർ കട്ട്സ് ചെറിയ മുറിവുകൾ, ഫെയിൻറ്റിങ് ബോധം കെട്ട് വീഴുക, ചെറിയ രീതിയിൽ തലകറങ്ങി വീഴുന്നൊക്കെ കണ്ടാൽ, ഇൻസെക്റ്റ് ബൈറ്റ് ചെറിയ എന്താ പറയുക ഇതെന്താ ഇൻസെക്റ്റുകളില്ലേ പ്രാണികളില്ലേ അതൊക്കെ കട്ട് ചെയ്യുമ്പോഴുള്ളത്. പിന്നെ ബേൺസ് പൊള്ളലുകൾ, ചെറിയ തരത്തിലുള്ള പൊള്ളലുകൾ. ഫോർ മൈനർ കട്ട്സ്, ഇഫ് സമ്മൺ ഗെറ്റ് എ മൈനർ കട്ട് മീൻസ് നേരിയ മുറിവാണെങ്കിൽ ഫസ്റ്റ് വാഷ് ദ കട്ട് വിത്ത് വാട്ടർ, വെള്ളം ഉപയോഗിച്ച് മുറിവ് കഴുകിക്കളയുക. അപ്പോൾ അതിനകത്ത് ഡസ്റ്റും വേറെ ജേംസും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് വാഷ് ഔട്ടായി പോകും. ദെൻ അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഓർ ക്രീം ഓവർ, എന്നിട്ട് ആ മുറിവിലേക്ക് ആൻറ്റിസെപ്റ്റിക് ലോഷനോ അല്ലെങ്കിൽ ക്രീമോ പുരട്ടണം. If there is a bleeding from the cut, try to stop it by tying a bandage over it. എന്നിട്ട് എന്ത് ചെയ്യണം? ബാൻഡേജ് ചെയ്യണം. നന്നായി വൃത്തിക്ക് കഴുകി വാട്ടറും സോപ്പും ഉപയോഗിച്ച് വാഷ് ചെയ്ത ശേഷം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലോത്ത് കൊണ്ട് ട്രൈ ചെയ്യണം. അത് ഒപ്പിയെടുക്കണം. അതിലെ വെള്ളത്തിന് അംശം ഇരിക്കാൻ പാടില്ല. വെള്ളം ഇരിക്കുമ്പോൾ അണുക്കൾ കൂടും. സോ ആ വെള്ളം നമ്മൾ നന്നായി നല്ല ക്ലോത്തും കൊണ്ട് ഒപ്പിയെടുത്ത ശേഷം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിസെപ്റ്റിക് ലോഷനോ ക്രീമോ ഒക്കെ പുരട്ടാൻ പറ്റും. Okay, dirt and flies should not allow to sit on the wound as they will not cause infection. Send for a doctor immediately. നമ്മൾ അങ്ങനെ കവർ ചെയ്യുമ്പോൾ അതിൽ പൊടിയും അണുക്കളും കൂടാതെ ഇൻസെക്റ്റുകളൊക്കെ ഒന്നും വന്നിരിക്കാതെ നമുക്കത് സേഫ് ആക്കാൻ പറ്റും. ഇഫ് എ പേഴ്സൺ ഫെയിൻ, ഇനി ഒരാൾ ബോധം കെട്ട് വീഴുക ചെയ്യുന്നത് നോക്കുക. അപ്പം നമ്മളും കൂടെ ബോധം കെട്ട് വീഴണം. അതല്ലേ നല്ലത് അല്ലേ? വഴിക്കൊരാൾ ബോധം കെട്ട് വീഴുന്നതാണ് നമ്മളും വീഴണം അല്ലേ? എനിക്കിതൊന്നും താങ്ങാൻ പറ്റൂലേ അല്ലേ? അതാണ് ചെയ്യണ്ടേ? അല്ല. ഇഫ് എ പേഴ്സൺ ഫെയിൻസ് മേക്ക് ഹിം ലേ ഡൗൺ വിത്ത് ഹിസ് ഹെഡ് അറ്റ് എ ലെവൽ ലോവർ ദാൻ ദ ബോഡി. കണ്ടോ? ആരെയും ബോധം കെട്ട് വീഴുകയാണെങ്കിൽ അവരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം. എന്നിട്ട് തല കുറച്ച് താഴ്ത്തി കിടക്കണം. എന്തിനാണ്? സ്ട്രെയിറ്റ് പൊക്കി വെക്കുമല്ലേ, എന്നിട്ട് കുറച്ചൊന്ന് താഴ്ത്തി കിടക്കണം തല. എന്തിനാണത്? ദിസ് ഹെൽപ്പ് ദ ബ്ലഡ് ടു റീച്ച് ഹിസ് ബ്രെയിൻ ഫാസ്റ്റർ. അപ്പം ബ്ലഡ് തലച്ചോറിലേക്ക് പോകുന്നതിൻ്റെ അളവ് കൂടും. അതിപ്പോൾ പെട്ടെന്ന് ബോധം വരും. അലോ ഫ്രഷ് എയർ അറൗണ്ട് ദ പേഴ്സൺ. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ആ വ്യക്തിയുടെ ചുറ്റും കൂടി നിന്നിട്ട് ഫ്രഷ് എയർ വരുന്നതിനെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. എപ്പോഴും ഫ്രഷ് എയർ വരാൻ അനുവദിക്കണം. അങ്ങനെ കിടക്കുന്ന ആളുടെ ചുറ്റും ആൾക്കാർ കൂടി നിന്ന് കൂടുതൽ സഫോക്കേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഫ്രഷ് എയറിനെ അനുവദിക്കണം. ലൂസൺ ഹിസ് ക്ലോത്ത്സ് ആൻഡ് സ്പ്രിങ്കിൾ കോൾഡ് വാട്ടർ ഓവർ ഹിസ് ഹെഡ്. എന്ത് ചെയ്യണം? ടൈറ്റായ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കൂല അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ രാത്രിയിൽ കിടക്കുമ്പം അല്ലേ ലൂസ് ഡ്രസ്സ് ധരിച്ചാൽ കിടക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ടൈറ്റായ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ടൈറ്റായ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് രാത്രി കിടക്കുന്നെങ്കിൽ എന്ത് പറ്റും? പ്രോപ്പർ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ അപ്പോൾ രാത്രിയിൽ കിടക്കുമ്പോൾ എപ്പോഴും ലൂസായ ഡ്രസ്സ് മാത്രം ധരിച്ച് നടക്കുക. അപ്പം നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവും. ഇതുപോലെ തന്നെയാണ് ബോധം കെട്ട് കിടക്കുന്ന ഒരാളുടെയും അയാളുടെ ഡ്രസ്സുകളൊക്കെ നല്ല ടൈറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കണം. ലെറ്റ് ദ പേഴ്സൺ റെസ്റ്റ് ക്വിക്ലി ആൻഡ് സെൻഡ് ഫോർ ഡോക്ടർ. അതിന് ശേഷം എന്ത് ചെയ്യണം? വെള്ളം തളിക്കണം. വെള്ളം തളിക്കുമ്പോൾ നമുക്ക് ഒരു ബോധം തിരിച്ചു വരും. അതിന് ശേഷം ഡോക്ടറെ അടുത്ത് വിടുക. ഇഫ് ബൈറ്റൻ ബൈ ആൻ ഇൻസെക്ട്, ഇനി ഇൻസെക്ട് കടിച്ചാൽ എന്ത് പറ്റും? ഇൻസെക്ട്സ് ബൈറ്റ്സ് ഓർ സ്റ്റിങ്സ് ആർ പെയിൻഫുൾ. ഇഫ് ബിറ്റൻ ബൈ ആൻ ഇൻസെക്ട് ലൈക്ക് എ ബീ ഓർ വാസ്, അപ്ലൈ എ പേസ്റ്റ് ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് കോൾഡ് ക്രീം ഓൺ ദ അഫക്റ്റഡ് പാർട്ട് ടു ഗീവ് റിലീഫ്. പുട്ട് സം ഐസ് ഓൺ ദ അഫക്റ്റഡ് പാർട്ട്. എന്ത് ചെയ്യണം? നമ്മൾ ആ വേദന ഉണ്ടാകുമല്ലോ അവിടെ എന്ത് ചെയ്യുക? നല്ലോണം വാഷ് ചെയ്ത ശേഷം ബേക്കിംഗ് സോഡയും കോൾഡ് ക്രീമും ഒക്കെ തേക്കണം. എന്നിട്ട് പിന്നെ ഇപ്പം നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ പറയുന്ന പോലെ എന്താ ഈ കോൾഡ് ക്രീം ഒന്നുമില്ല, ഏറ്റവും നല്ല നമ്മുടെ മഞ്ഞളും തുളസിയിലൊക്കെ അല്ലേ? അതൊന്നും വെച്ചോണ്ടിരിക്കരുത്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അതെന്തെങ്കിലും ഇൻഫെക്ഷനായ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് ഓൺ ദ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ആൻറ്റിസെപ്റ്റിക് ക്രീമൊക്കെ. അത് ഫോർ ബേൺസ് ആണ്. പൊള്ളൽ എന്ത് ചെയ്യണം? ഇഫ് എ ബേൺ ഈസ് മൈനർ, ചെറിയ പൊള്ളലാണെങ്കിൽ വാഷ് ദ ബേൺഡ് ഏരിയ വിത്ത് കോൾഡ് റണ്ണിങ് വാട്ടർ. ഉണ്ടോ? ഒഴുകുന്ന വെള്ളത്തിൽ കഴുകണം. വെള്ളം പോയിക്കൊണ്ടേയിരിക്കണം. പക്ഷെ ആ ഭാഗം ഒരിക്കലും കൈ കൊണ്ടോ തുണി കൊണ്ടോ ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. കാരണം അവിടുത്തെ സ്കിൻ അതുപോലെ ഇങ്ങ് പോരും. പൊള്ളലുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകാനാണ് പറയുന്നത്. അല്ലെങ്കിൽ കൈയൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ മുക്കി പിടിക്കണം. ഒരിക്കലും അവിടെ നമ്മൾ കൈ കൊണ്ട് തൊടാൻ പാടില്ല. തൊട്ടാൽ ആ ഇത് പോരും.
ഓക്കെ. ദെൻ പുട്ട് ആൻ ഐസ് പാക്ക് ഓൺ ദ ബേൺഡ് ഏരിയ. എന്തുകൊണ്ടാണ് ഐസ് പാക്ക് വെക്കണം? ഐസ് വെച്ചാൽ ഈ ചൂട് നമ്മുടെ ശരീരത്തേക്ക് ചൂട് വീണത് കൊണ്ടാണല്ലോ പൊള്ളുന്നത്. അപ്പൊ ഐസ് വെക്കുമ്പോൾ ആ ചൂട് ഈ ഐസ് വലിച്ചെടുത്ത് അത് മെൽറ്റായി പൊക്കോളും. അപ്പം നമ്മുടെ ശരീരത്തേക്ക് കടക്കുന്ന ചൂടിന്റെ അളവ് വളരെ കുറയും. Then apply an antiseptic cream on an affected area. It is good to be prepared for an emergency and know how to give first aid. ആണോ? അപ്പോൾ ഏത് എമർജൻസി നേരിടാനും ഫസ്റ്റ് എയ്ഡ് എടുത്ത് കൊടുക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. However, it is better to remember and follow safety rules to avoid. എങ്ങനെയാണെങ്കിലും നമ്മൾ സേഫ്റ്റി റൂൾസ് പാലിക്കുക എന്നുള്ളതാണ് മുഖ്യം. ഓൾവേസ് റിമെമ്പർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, എന്താണ്? പ്രിവെൻഷൻ ആണ് ബെറ്റർ ദാൻ ക്യൂർ ആണ്. അതായത് രോഗം വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷനും കഴിഞ്ഞിട്ടുണ്ട്. എക്സാമിന് റെഡി ആവണേ. ഇതാവട്ടെ, സിദാൻ, അനാമിക അല്ല നിഹാര. ഓക്കെ, ഗുഡ്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റെഡി അല്ലേ? പറ്റാ, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സിദാന് നമ്മൾ ഓഫ്ലൈനിൽ കാണുന്നതാണല്ലേ? അത് തന്നെ. Dan Krishna, can you hear me? Okay, good.